എല്ലാവരും ഇന്നിപ്പോൾ ഒരു കമൻ്റ് ഇട്ടേ ഒരാളെ. കമൻ്റ് ഇതാണ്: നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? അതാണ്ട് വെല്ലടിച്ചുകൊണ്ടിരിക്കുക, ഞാനിവിടെ വർക്ക് ചെയ്യാൻ പോവുക. ഫോൺ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വർക്ക് നടക്കുമോ? ഇല്ല. ആൾക്കാർ സാധനം തന്നുകൊണ്ടിരിക്കുക ഒന്നത്. എന്നാലും നിങ്ങൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കമൻറ്റ് ചോദിച്ചതെന്നു വെച്ചാൽ സ്ഥലം ചോദിച്ചിട്ട് എന്നാ പറയാത്തതെന്ന്. സ്ഥലം ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാണ്. ഇത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. കഴിഞ്ഞ 35 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. ആ മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ആ 4 നില ബിൽഡിങ്ങിലാണ് നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ 9447208809 എന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ KK റോഡിൽ NH 183 മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് KR ബേക്കറിക്കടുത്ത്, ബസ് സ്റ്റാൻഡിനടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത് സോണി ഇലക്ട്രോണിക്സ്. കാഞ്ഞിരപ്പള്ളി വന്ന് ആരോട് ചോദിച്ചാലും നമ്മുടെ കട പറഞ്ഞു തരും. ഏത് പട്ടിയോടും പൂച്ചയോടും ചോദിച്ചാലും ശ്രീനിവാസൻ പറയുന്ന പോലെ നമ്മുടെ കട കാണിച്ചു തരും, ചൂണ്ടിക്കാണിച്ചു തരും. അപ്പം ഞാനൊന്ന് ഫോൺ എടുക്കാം. എന്നാൽ ഫോൺ എടുത്തു. കുറച്ച് വയറുകൾ കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പോസിറ്റീവും നെഗറ്റീവും അതുകൊണ്ട് നിങ്ങളോട് പറയാൻ മറന്നു. ഇത് ഞാൻ ഇതിൻ്റെ സപ്ലൈ എടുക്കുകയാണ്. ഈ 15 വോൾട്ട് സപ്ലൈ ഉണ്ടല്ലോ, അത് 3-4 വയറ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് കാണും. അത് ആംബിയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നിച്ചുള്ളതെന്ന് നോക്കിയിട്ട് വേണം അത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഷോർട്ടായി പോകും കേട്ടോ. ഇപ്പോൾ ഇത് ഇടി വെട്ടി പൂർണ്ണമായിട്ട് പോയ ഒരു സാധനമാണ്. കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് വേറൊരു ആംപ്ലിഫയർ ബോർഡും ഒരു പെൻഡ്രൈവും ഒരു ബ്ലൂടൂത്തും വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റാക്കി കൊടുക്കണം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത് ഒരു ആഗ്രഹം, പുള്ളി തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സെറ്റായതുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പരിപാടി ചെയ്യുവാണ്. കാരണം അതിൻ്റെ ബോർഡൊന്നും അന്വേഷിച്ചാൽ കിട്ടിയില്ല. അത് ഇന്ത്യയിൽ വിറ്റ മോഡലും അല്ല, പുറത്തുനിന്ന് വന്ന മോഡലാണ്, പഴയ മോഡലുമാണ്. പക്ഷേ അതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം നല്ല, പവർ സപ്ലൈക്കും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പവർ സപ്ലൈ 2 ആക്കി എടുക്കുകയാണ്. ഈ വെള്ള വയർ നമുക്ക് വേണ്ട, കാരണം വെച്ചാൽ അത് പൾസിൻ്റെ, അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവും തിരിച്ചെടുക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ഇതേന്ന് തന്നെ, ഈ വയർ ഇവരുടെ വയറിൽ നിന്ന് തന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അത് ഇതുണ്ട്, 4 വയറൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത് ഗേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗേജുള്ള ഒരു വയർ കൊടുക്കുന്നതിലും നല്ലത് നോർമൽ ഗേജുള്ള ഒരു 3-4 വയർ കൊടുത്താൽ ആംബിയർ കൂടുതൽ ഒഴുകുകയും ചെയ്യും, ലൂസ് വരത്തുമില്ല. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന് നമ്മളിപ്പോൾ എടുക്കുവാണ്. ഞാൻ കാണിക്കാം. എനിക്കും ഗേജുള്ള വയർ, ഒരുവിധം ഗേജുള്ള വയർ ഞാൻ യൂസ് ചെയ്യും. ബ്ലാക്കും റെഡും എടുക്കാം. ഇത് രണ്ടും ഗേജുള്ളതാണ്. അപ്പം തക്കാലം ഞാൻ ഇങ്ങനെ ഒരു അളവങ്ങ് എടുക്കുകയാണ്. അളവൊക്കെ പിന്നെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നമ്മളൊരു പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്നാന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ റെഡ് കിട്ടി. പോസിറ്റീവായിട്ട് നമ്മൾ റെഡിനെ എടുക്കുന്നു. പിന്നെ നമ്മൾ നെഗറ്റീവ് എടുത്ത് നെഗറ്റീവായിട്ട് ബ്ലാക്കിനെ എടുക്കുന്നു. അപ്പം ഞാനിവിടെ കിട്ടിയ പറഞ്ഞോ കുഞ്ഞോ ചേട്ടാ, അതിനും അതേ കംപ്ലൈൻ്റ് ആയിരിക്കും, മനസ്സിലാവുന്നുണ്ട്. അതെല്ലാത്തിനും അത് വരും, ആ കംപ്ലൈൻറ്റ് വരും, ആരും കണ്ടുപിടിക്കത്തുമില്ല. എന്നാ ചെയ്യും? അപ്പോൾ ഇതിന് ഞാൻ സ്പ്രേ ഒന്ന് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, അതിപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടുന്ന് 24 വോൾട്ടിൻ്റെ ഇത് കണ്ടോ, 24 വോൾട്ട്, ഇതിനൊരു 5 വയറും ഇവിടെ ഒരു 5 വയറും വെച്ച് ഇങ്ങനെ അവർ വെച്ചിരിക്കുന്ന ആംബിയർ കിട്ടാൻ വേണ്ടിയാണ്. അതിനെ ഞാൻ ഒന്നിച്ച് പാരലാക്കി. ആ സ്ലീവ് സ്ലീവ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, സ്ലീവ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണം. ഞാൻ കണ്ടില്ല, ഒന്ന് മണ്ട ഇരിപ്പുണ്ടല്ലേ. ഓക്കെ, ഒരു ഇച്ചിരി സ്ഥലം മാറിയോണ്ടാണ് കുഴപ്പമില്ല. അപ്പോൾ അത് സ്ലീവ് ഇട്ട് അത് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് സെറ്റ് ഓണായി.
ഇൻസേഷനെ പൊട്ടിച്ചേക്കാം. ഇത് ഔട്ട്പുട്ട് SMPS ആയതുകൊണ്ട് ഷോർട്ടായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം നമ്മൾ ആ സ്പീക്കർ ഞാനൊന്ന് അലൈൻമെൻറ്റ് ചെയ്തൊന്ന് എങ്ങനെ സൗണ്ട് വരുമെന്നൊക്കെ ഒന്ന് നോക്കുവാണ്. ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ സ്പീക്കർ ഒന്ന് കൊടുത്തു നോക്കാനാ, മനസ്സിലായില്ലേ എങ്ങനെ പാട്ടിൻ്റെ ക്വാളിറ്റി ഇതുണ്ടോ. ഇപ്പം ഞാൻ 2 4 ohmsൻ്റെ സ്പീക്കർ പാരൽ ചെയ്തിരിക്കുക. ഒരു സെറ്റിനകത്ത് 3 സ്പീക്കർ വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ്, അത് നെഗറ്റീവ്. ഞാൻ ഈ സ്പീക്കർ ഒന്ന് കൊടുക്കാൻ പോവാം. ഈ ബോർഡിൻ്റെ കൂടെ വരുന്ന ഒരു കുഞ്ഞ് സ്കൂട്ടർ. ഇത് പോസിറ്റീവ്, ആ പോസിറ്റീവ് കൊണ്ടുവന്ന് ഈ നെഗറ്റീവിലും, ഈ നെഗറ്റീവ് കൊണ്ടുവന്ന് ആ പോസിറ്റീവിലും കൊടുത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് സീരീസ് കണക്ഷൻ എടുത്തിരിക്കുക. സീരീസേ അറിയാമല്ലോ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമല്ലോ, അറിയത്തില്ല, പറഞ്ഞുതരാം. ഇതിപ്പോൾ പോസിറ്റീവ് കൊടുത്തു. ഈ പോസിറ്റീവ് ഇവിടെ കൊടുത്തു. മുറുകിയില്ല. നമ്മുടെ വേറൊരു സ്കൂട്ടറാണ്. ഇതും കറക്റ്റല്ല. വേറൊരു സാധനം ഉണ്ടല്ലോ അവിടെ കൊണ്ട് കിടപ്പുണ്ട്. അത് എടുത്തോ, എൻ്റെയും കൊടുക്കുക. പിന്നെ ഇത് മറ്റേ ഒരു ചെറിയ ട്യൂട്ടർ പോലെ ഒരു സാധനമുണ്ട്, പക്ഷേ അതും 4 ohms ആണ്. ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. ഞാൻ ഈ 2 സ്പീക്കറാണ് ഇപ്പോൾ കൊടുത്തത്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്കത് സീരീസ് ചെയ്യാൻ പറ്റില്ല. കാരണം സീരീസ് ചെയ്യുമ്പോൾ ഓംസ് കണ്ടമാനം കയറിപ്പോവും. ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അല്ലാതെ 82G എന്നാണ് എൻ്റെ ഇത് കണക്ഷനായി. ഇനി പ്ലേ അടിച്ച് നോക്കിയാൽ മതി. ഫോൺ മരിച്ചു. ഇതിപ്പോൾ ഞാൻ 2 സ്പീക്കർ സീരീസ് ചെയ്തു. സീരീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു, ആദ്യം ഞാൻ പാരൽ ചെയ്യുന്ന സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. പാരൽ ചെയ്ത് കേൾപ്പിക്കാം. ഒരു സൗണ്ടേ, ഒരു സെക്കൻഡ് കേൾപ്പിക്കാം. അത് പാരൽ ചെയ്തു. ഇനി അത് സീരീസ് ചെയ്യുന്നു. ഇനി ആ 3ാമത്തെ സ്പീക്കറും കൂടെ സീരീസ് ചെയ്യുമ്പോൾ അപ്പോൾ 12 ohms വരും. അങ്ങനെ ചെയ്യുന്നു. ഇനി കസ്റ്റമറോട് ചോദിക്കണം പുള്ളിക്ക് അതാ ഇഷ്ടം. അതനുസരിച്ച് നമുക്ക് ഓഡിയോയുടെ ക്വാളിറ്റി കീപ്പും ചെയ്യണം. കൊണ്ടിട്ട് വരാം. जाते हैं आपके 2 रुख
ഊരിയേക്കാം. ചൂടൊന്നുമില്ല. ഒരു ഷോക്ക് വേണം, ഒരു ഷോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊരണ്ട. നമ്മളൊരു സ്പീക്കർ വെച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇത്ര നേരം പാടിച്ചിട്ടും ഒട്ടും ചൂടില്ല. കാരണം നമ്മൾ 12 ohms ആക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ നല്ല ഓഡിയോ ക്വാളിറ്റിയും ഉണ്ട്. അതിപ്പം മൊബൈലിൽ കൂടെ കേൾക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാകാത്തത്. പിന്നെ ഇത് ഒരു വിധത്തിലും നന്നാക്കാൻ പറ്റാത്ത, ഒരു പാർട്സും കിട്ടാത്ത ഉപേക്ഷിച്ച സാധനമാണ്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ ഇതിലൊരു ഡി ക്ലാസ് ആംപ്ലിഫയർ കയറ്റി തരണം എന്ന് തന്നെ പറഞ്ഞു വന്നതാണ്. ഞാൻ നോക്കി, ഇതിൽ ഇനി പണിയാൻ സംഭവമൊന്നുമില്ല. ഇടിവെട്ടിയതായതുകൊണ്ട് ബോർഡ് ശരിയായാലും ബോർഡ് കിട്ടാനുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. പുള്ളിക്ക് പാട്ട് കേൾക്കാനാ ബാസ് വേണ്ടെന്ന് പറഞ്ഞു, മനസ്സിലായില്ല. അപ്പോൾ നല്ല ബാസുള്ള ട്രിബിളുള്ള അടിപൊളി ക്ലാരിറ്റി സാധനം. ഇപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് ഇനി ആ സ്പീക്കറോട് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് മുമ്പ് സ്പീക്കറിൻ്റെ ലൈനെല്ലാം ഇതാക്കണം. ഓക്കെ, അതിന് ചൂടാണ് അത്. ഇനി അടുത്തത് വെള്ളയാണോ ഗ്രേ ആണോ പോസിറ്റീവ് എന്നുള്ളതാണ് അടുത്ത വിഷയം. സാധനം ഇത് തന്നെ. ഈ സ്പീക്കറാണ് ഇതെല്ലാം എൻ്റെ അപ്പുറത്തെ സ്പീക്കർ. ഓക്കെ, അപ്പോൾ വെള്ള പോസിറ്റീവ്. അപ്പം ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കണം. അപ്പം അങ്ങനെയാണെന്നല്ല, മറ്റേതും കൂടെ എടുത്തിട്ട് ചെയ്താലും മതി. അങ്ങനെ മറ്റേത് ചെയ്തേ. അതിൽ റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് മഞ്ഞ നെഗറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവിനെ കൊണ്ടുപോയി ഇതിൽ കെട്ടണം. സ്ലീവ് എടുക്കുക, എൻസി സ്ലീവ്. ഇതിപ്പോൾ ഈ 3 സ്പീക്കർ കൊടുത്തത് ഒരു പോസിറ്റീവ് കൊണ്ടുവന്ന് മറ്റേതിന് നെഗറ്റീവ് കൊണ്ടുവന്ന് അടുത്തതിൻ്റെ പോസിറ്റീവിലും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 നെഗറ്റീവ് കിട്ടി. നമുക്ക് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നമുക്കിവിടെ കിട്ടി. അത് നമ്മൾ ഈ ബോർഡിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാം. സ്കൂട്ടർ അത് വെച്ച് ഇത് കഴിക്കാൻ പറ്റിയത് വലിയതാണ്. ചെറിയ സ്കൂട്ടർ, നമ്മുടെ ആ വയലറ്റ് സ്കൂട്ടറാണ് കറക്റ്റ് ഇതിന്. ചെറിയ വയലറ്റ്, 3ാമത്തെ ഇത്. ഇതിനെ നമ്മൾ അങ്ങനെ ആക്കാൻ പോവാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരെണ്ണം ഞാൻ അയച്ചു, ഇത് ഞാൻ മാറ്റി. ഇപ്പം ഞാൻ സെറ്റാക്കിയ സാധനം ഇതാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രമാക്കി. നീല പോസിറ്റീവും നീലിപ്പുറ പോസിറ്റീവ്, നീലിപ്പുറ ഇത് പോസിറ്റീവും അതിൻ്റെ ഇപ്പുറത്തെ നെഗറ്റീവുമാണ്. പോസിറ്റീവ് നോക്കിയോ.开机，模组成功。എൻ്റെ മൊബൈൽ
അപ്പോൾ ആ സെറ്റ് 3 സ്പീക്കറാണ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയത്. അത് ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിൽ സീരീസ് ചെയ്തു. ഇത് 3 സീരീസ് ചെയ്തു. കവർ കയറ്റുവാണ്. അതിപ്പോൾ നമ്മളൊന്ന് കവറിൽ ഒരു സ്ലീവ് ഇടും. സ്ലീവ് കവറല്ല, സ്ലീവ് ഇട്ടു. നമ്മൾ അകത്ത് സ്ലീവ് ഇട്ടു, പുറത്ത് നമ്മളൊരു സ്ലീവ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വിടുന്നു, അത്രേ ഉള്ളൂ. ചെറിയ ചൂട് മതി. അത് സെറ്റായി. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് സ്പീക്കർ നമ്മൾ റെഡിയാക്കി. ഇത് നീല പോസിറ്റീവ്, ഇത് നെഗറ്റീവും. അപ്പോൾ ഇതിൻ്റെ ഓംസ് നമുക്ക് നോക്കിയാൽ 12 ഓംസ് വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 12 ഓംസ് കിട്ടണം. കാരണം നമുക്ക് സോണിയുടെ ചില ഹോം തിയേറ്ററിലൊക്കെ ഡി ക്ലാസ് വെച്ചിരിക്കുന്നതെല്ലാം 12 ഓംസിലാണ്. 3 ഓംസ് വെച്ചിരിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് 12 ഓംസ് ഓംസിലിടാം. 12 ഓംസ് ഉണ്ട്. പിന്നെ 11 പോയിൻറ്റ് കറക്റ്റ് 12 ഓംസാണ്. ഓക്കെ, D40ക്കൊക്കെ 12 ഓംസാണ്. അപ്പോൾ ആ 12 ഓംസ് തന്നെ സ്പീക്കർ നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് അടുത്ത സ്പീക്കർ സെറ്റ് ഉണ്ടാക്കുന്ന ഇതൊരു സെറ്റാണിത്. മാറിപ്പോയിരിക്കാൻ ഞാനിങ്ങനെ ആക്കി. ഇതൊരു സെറ്റ് നീല പോസിറ്റീവ്, നെഗറ്റീവ് കൊണ്ടുവന്ന് അടുത്ത ചുമല വെച്ചു. അടുത്തത് പോസിറ്റീവ് കൊണ്ടുവന്ന് ഇതും വെച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 2 വെള്ള പോസിറ്റീവ്, ഇത് രണ്ടും ഔട്ട് കിട്ടി. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് സോൾഡർ ചെയ്ത് കവറിലാക്കാം. മനസ്സിലായി കാണും. കാരണം 3 സ്പീക്കർ സീരീസ് ചെയ്തിരിക്കുക. ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ് എടുത്ത് അതിൻ്റെ നെഗറ്റീവ് കൊടുത്ത് അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എടുത്ത് അടുത്തതിൻ്റെ നെഗറ്റീവ്, അങ്ങനെയാണ് പോകുന്നത് സീരീസ് ആയിട്ട്. നമ്മൾ ഇടതുകാലം ആദ്യം വെച്ചാൽ വലതുകാലം വെച്ച് ഇടതുകാലം എന്ന് പറഞ്ഞതുപോലെ പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിലും നെഗറ്റീവ് എടുത്ത് പോസിറ്റീവിലും കൊടുക്കണ്ടേ. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത്, അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കൊണ്ട് അതിൻ്റെ പോസിറ്റീവ് കൊടുത്തു. മനസ്സിലായില്ലേ? എല്ലാം ഒരുപോലെ കൊടുക്കുന്നതിന് പാരൽ ചെയ്യാമെന്ന് പറയും. അതായത് അപ്പോൾ നമ്മൾ 4 ഓംസിൻ്റെ 3 സ്പീക്കർ പാരൽ ചെയ്യുമ്പോൾ എത്ര ഓംസ് ആവും? 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ 2 ഓംസ് ആവും. ഒരെണ്ണോടെ ചെയ്യുമ്പം വീണ്ടും അതിലും താഴും. അപ്പോൾ അങ്ങനെ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. ഓംസ് കുറയുന്ന ആംപ്ലിഫയറിൻ്റെ സ്ട്രെയിൻ കൂടും. ഓംസ് കൂടുന്നതനുസരിച്ച് ആംപ്ലിഫയറിൻ്റെ സ്ട്രെയിൻ കുറയും. ഇതിപ്പോൾ 12 ഓംസ് ആയി കഴിയുമ്പം ആംപ്ലിഫയർ വളരെ ശാന്തനായി നിൽക്കും, ഒരിക്കലും ചൂടാവത്തില്ല. ഇതാണ് നമ്മുടെ ഒരു സെറ്റ് സ്പീക്കറുണ്ട് റെഡിയായി. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സപ്ലൈ തന്നെ കൊടുത്ത് ചെക്ക് ചെയ്യാം. പോസിറ്റീവ് അത് കുത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. മാറിപ്പോ ഇല്ലല്ലോ. നടക്കത്തത് ശരിയായി. അപ്പോൾ 2 സ്ലീവ് ഇട്ട് ചൂടാക്കി എടുക്കണതിന് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. പിരിച്ചൊന്നുമല്ല വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ചുമ്മാ ഒന്ന് പിരിച്ച് വെച്ചെന്നുള്ളേ ഉള്ളൂ. അത്യന്തികമായി സോൾഡർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ഇതുപോലെ ഈ വലിപ്പമുള്ള ഒരെണ്ണം ചുടക. ചുമല കറുപ്പോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി മറ്റേ ബ്ലാക്ക്.
ബ്ലാക്ക്. മതി. അപ്പോൾ നമുക്കൊരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഇവിടെയും കിട്ടി. ഇനി അടുത്ത അതുപോലെ നീല പോസിറ്റീവ്, അതിൻ്റെ ബ്ലാക്ക് റെഡ് പോസിറ്റീവ്, അതിൻ്റെ ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവും കൂടെ കൊടുത്തു. എന്നിട്ട് അത് ലെഡ് ചെയ്തു. അത് ചെയ്തു. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും കൂടെ ഓൾറെഡി പിരിച്ചു വച്ചിരിക്കുകയാണ്. അതൊന്ന് ലെഡ് ചെയ്താൽ മതി. ലെഡ് ചെയ്തു. അപ്പോൾ ഈ സെറ്റ് ആ സെറ്റ് വേണം രണ്ടും ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചേക്കാം. അറിയാം. ഞാൻ മുമ്പത്തെ റെഡിങ് എടുത്തു, ഇച്ചിരി ബ്ലാക്കും എടുത്തു. ഇവനെ കൂടെ ലോക്ക് ചെയ്തേക്കാം. അതിന് മുമ്പ് അവനൊന്ന് വർക്കിംഗ് ഒക്കെ ആണോന്ന് ഓംസും ഒക്കെ നോക്കിയേക്കാം. ഓംസ് എത്ര കാണിക്കും നോക്കട്ടെ. അവിടെ കൊടുത്ത് ശരിയാണെന്ന് അറിയട്ടെ. ഓക്കെ, 12.2 12 ഓംസ്. ഹലോ, ആ പറഞ്ഞോ. എന്നതായിരുന്നു? ആ നോക്കാം. ഇവിടെ വർക്ക് ഒത്തിരി ഇരിക്കുവാണ്, പെൻഡിങ് ആകുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ശരി. മറ്റേ ചുമല കളർ എടുത്തോ. ഇത് കുഴപ്പമില്ല, കയറുകയൊക്കെ ചെയ്തു. എന്നാൽ കറുത്തെടുത്താൽ മതി കേട്ടോ. അതെ, ഞാനൊരു കമന്റ് ഇപ്പൊ കണ്ടു, നല്ല ഒരു സെറ്റ് മൊത്തം നശിപ്പിച്ചെന്ന്. ഇത് നശിപ്പിച്ചതൊന്നുമല്ല, ഇത് ഇടിവെട്ടി മരിച്ചുപോയ ഒരാൾ. ഇടിവെട്ടി നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളാന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അയാളെ കൊണ്ടുപോയി നമ്മൾ സംസ്കരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇടിവെട്ടി മരിച്ച് പല ആൾക്കാരും നോക്കി ഒരു രക്ഷയില്ല, പല ആശുപത്രികളിലും കൊണ്ടുപോയി നോക്കി സകല ഡോക്ടർമാരും മരിച്ചു പോയവനാണെന്ന് വിധി എഴുതിയ ഒരു സാധനം. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ ഇച്ചിരി വിദ്യാഭ്യാസവും ബോധവും നല്ല കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം എൻ്റെ വീഡിയോ കണ്ടിട്ട് വേറെ അവയവദാനത്തിലൂടെ നമുക്കൊരാളെ ജീവിപ്പിക്കാമെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അവയവദാനത്തിനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പം വേറെ അവയവങ്ങൾ വെച്ച് ഈ മനുഷ്യന് ഞാൻ ജീവൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് വേറെ കമൻ്റ് ഒന്നും പറയണ്ട. ഇതല്ലാതെ വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഒറിജിനലായിട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പും അയാളുടെ കിഡ്നിയും ആമാശയവും എന്ന് വേണ്ട പുള്ളിയുടെ എല്ലാ അവയവങ്ങളും ഹാർട്ടും എല്ലാം അതേപടിയുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വന്ന അദ്ദേഹത്തിൻ്റെ അതേ സ്വഭാവ ഗുണമുള്ള, ഒരുവിധം പറഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ടുള്ള
അവയവങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഒറിജിനലായിട്ട് പണ്ട് ഉണ്ടായിരുന്നതിൽ നല്ല പെർഫോമൻസ് ഈ സെറ്റിന് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് അധികം നീട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ 10-30 മിനിറ്റായി. ഇവിടെ നിർത്തേണ്ട ഫൈനൽ വീഡിയോ അടുത്ത ദിവസമേ വരത്തുള്ളൂ. അപ്പോൾ 3 സാധനമായി. 3ൻ്റെ ഓംസ് ഞാൻ കാണിച്ചു തരാം. 3ൻ്റെ ഓംസ് കാണിച്ചു തരാം, വർക്കിംഗ് കാണിച്ചു തരാം. ഇത് ഒരു സ്പീക്കർ സെറ്റ്, അതിൻ്റെ ഓംസ് അവിടെ കാണിയിൽ 11.6 ഓംസ്, 8 ഓംസ്. അത് ചെറിയ മാറ്റങ്ങൾ എപ്പോഴും വരും. ഇത് 12.2 ഓംസ്. ഓക്കെ, ഇത് 11.8 ഓംസ്. അത് സ്വാഭാവികം. 3% എല്ലാ മാറ്റവും വരും. അപ്പോൾ നമുക്ക് അവർക്ക് ബ്ലൂടൂത്തൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ബ്ലൂടൂത്തും പെൻഡ്രൈവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോർഡ് നമുക്ക് വെക്കാൻ പറ്റില്ല. ഈ ബോർഡ് ബ്ലൂടൂത്ത് മാത്രമുള്ള ബോർഡാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സാധാരണ ബോർഡ് വെച്ചിട്ട് ഞാനൊരു പെൻഡ്രൈവും ഇതുപോലുള്ള ഒരു സാധനം കൂടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് സാധാരണ ബോർഡ്. ഇത് മോണോ ആണ്. എൻ്റെ സ്റ്റീരിയോ ബോർഡുണ്ട്, സാധാരണ ബോർഡ്. അത് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ഫെസിലിറ്റി ഇല്ലാഞ്ഞ ഒത്തിരി പഴയ സെറ്റാണിത്. ഈ സെറ്റിന് പെൻഡ്രൈവ് പോലും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ പെൻഡ്രൈവും FM റേഡിയോയും ബ്ലൂടൂത്തും ഓക്സിനും സകല സാധനവും നമ്മൾ ഫിറ്റ് ചെയ്താണ് ഇവനെ പുറത്തിറക്കാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ബാറിലുള്ള എല്ലാ ഫങ്ഷനും റിമോട്ടും എല്ലാം നമ്മൾ ഇറക്കുന്നുണ്ട്. എൻ്റെ ഒറിജിനൽ റിമോട്ടൊക്കെ എതിരേ പോയെന്ന് പോലും അറിയത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. എന്നാണേലും പുള്ളിയുടെ ഐഡിയ ഫലിച്ചു. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഞാനിത് ചെയ്യും. ഇതിൽ നേരത്തെ വന്നിരുന്നതിനേക്കാളും കൂടുതൽ നല്ല ക്വാളിറ്റി വരും. കാരണം ഇത് ചൈനക്കാരുണ്ടാക്കി കൊടുത്ത സെറ്റാണ്. ചൈനക്കാർ തന്നെ ഉണ്ടാക്കിയ ബോർഡാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാരൊക്കെ ഉണ്ടായിരുന്ന ടെക്നോളജിയുടെ 10 ഇരട്ടി നല്ല ടെക്നോളജിയാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തൽക്കാലം നമുക്ക് നിർത്താം. അടുത്ത ഫിനിഷിംഗ് വീഡിയോ ഉടനെ വരുന്നതാണ്. അതുവരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. मेरे मगर तू की करदी, कह चल बस तू ही जादी।